1.5 കഷ്ണം അയില. ഇത് ഞാൻ ഈ 2 കഷ്ണം മാങ്ങയാണ് എടുക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അയലയും പച്ചമാങ്ങയും ഇട്ടൊരു മപ്പാസ് കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1.5 കഷ്ണം അയല. ഇത് ഞാൻ ഈ 2 കഷ്ണം മാങ്ങയാണ് എടുക്കുന്നത്. കുഴപ്പമില്ല, വറ്റൽമുളകൊന്നും അല്ല, ഇത് പച്ചമുളക് തന്നെയാണ്. പഴുത്തന്നേ ഉള്ളൂ. ഇഞ്ചി, ഇത്ര ഇഞ്ചി ഞാൻ എടുക്കും. ഈ ഒരു കഷ്ണം എടുത്താലും മതി. ഇതിനകത്ത് വെളുത്തുള്ളി ഇടുന്നില്ല കേട്ടോ. കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട് കേട്ടോ, 2 ടേബിൾ സ്പൂൺ. മീനിത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് എടുക്കാം. കറിവേപ്പിലയിട്ട് മാങ്ങ, ഇഞ്ചി, ഞാൻ കാണിച്ചൊരു കഷ്ണം, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് എടുക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി മാത്രം എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇത്രയും മീനേ ഉള്ളൂ എങ്കിലും ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മല്ലിപ്പൊടി വേണം എടുക്കാം. പക്ഷെ അത് ടേസ്റ്റ് ചേരത്തില്ല. അരച്ച് പാലെടുക്കാൻ വേണ്ടിയാണ് ഈ തേങ്ങ എടുത്തിരിക്കുന്നത്. വലിയ മുറിയാണെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം തേങ്ങ എടുത്താൽ മതി. ഇനി ചെറിയ മുറിയാണെങ്കിൽ അത് മുഴുവനായിട്ടും ചിരകിയെടുക്കാമേ. ആവശ്യമായ ഉപ്പിട്ടിട്ട് തിളയ്ക്കാനായിട്ട് വെക്കുക കേട്ടോ. തിളച്ച ശേഷം മാത്രം മറ്റ് സാധനങ്ങളൊക്കെ കൂടി നമുക്ക് ഇടാം. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി, മാങ്ങ, പച്ചമുളക് എല്ലാവരെയും അങ്ങോട്ട് ഇടാം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇടാം. ആ കൂട്ടത്തിൽ ഇത് നമ്മൾ എടുത്ത് വെച്ച മല്ലിപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇതും കൂടി അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി നമ്മൾ ചൂടാക്കുന്നില്ല, ഒന്നും ചെയ്യാതെ പച്ചയ്ക്കാണ് കേട്ടോ ഇങ്ങോട്ട് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് അങ്ങ് വെന്ത് എല്ലാം കൂടി ഒന്ന് ചേരണം. മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ്, അല്ല മാങ്ങ ഒരുപാട് വെന്ത് പോകും. എന്നിട്ട് അതിനകത്തേക്ക് മീൻ കഷ്ണം ഇടാവേ. ഒത്തിരി നേരം വേവാൻ നിൽക്കണ്ട കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് വെന്ത് ഈ മല്ലിപ്പൊടിയും ഇത് എല്ലാം കൂടി ഒന്ന് ചേരാൻ വേണ്ടി മാത്രമാണ്. കാരണം മാങ്ങ വെന്ത് പോകും. അപ്പം ഇനി അയല കഷ്ണങ്ങളെ ഞാൻ അങ്ങോട്ടേക്ക് ഇടുകയാണ്. എപ്പോഴും നമ്മൾ ഈ അരപ്പ് എന്തായാലും മുളക് കറിയാണെങ്കിലും തിളച്ചതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ. വെള്ളം തിളച്ചതിന് ശേഷം, അല്ലെങ്കിൽ മീനിൻ്റെ ഒരു ഉളുമ്പ് ഉണ്ടാവും കേട്ടോ. പച്ചവെള്ളത്തിലേക്ക് നമ്മളൊന്നും കൊണ്ടുപോയിടരുത്. നിങ്ങൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, അറിയാം അതിൻ്റെ വ്യത്യാസം കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനിതാ ഈ തേങ്ങ അങ്ങോട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിങ്ങനെയൊക്കെ എടുക്കുന്നത്. കുറച്ച് വെള്ളത്തിലേ പാലെടുക്കാവുള്ളൂ. ഒത്തിരി വെള്ളം ഒഴിച്ച് കറിക്കകത്ത് വെള്ളം അധികമായി പോകും. അപ്പം അതും കൂടെ നമുക്കൊന്ന് അരിച്ചെടുത്താൽ അല്ല, ഇത്രയും പാലെടുത്തേക്കുന്നേ. ഇത്രയും വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒത്തിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളമൊക്കെ വെച്ചുകൊള്ളുക. നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഇനി ഞാൻ പാലൊഴിക്കുവാണേ. മീൻ പാലൊഴിക്കട്ടെ.
കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. ഒരു പൊടിക്ക് ഉപ്പിനായിട്ടേ. ഇനി ഒന്ന് ചെറുതീയിൽ ഒന്ന് 1 സെക്കൻഡ് ഇത്രയും മതി കേട്ടോ. ഒരുപാട് തിളയ്ക്കരുത്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇപ്പം നോക്കിക്കേ, ഇതിൻ്റെ ചാറ് നല്ല സെറ്റപ്പായി. എല്ലാം കൂടെ ഒന്ന് യോജിച്ചിട്ടുണ്ട് കേട്ടോ. 2-3 കറിവേപ്പിലയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ മപ്പാസ് കറി റെഡി. ഇനി നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. മപ്പാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇത് ചാറ് ഒരുപാട് വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് തരിക. പിന്നെ ഈ ചാനൽ സബ് ചെയ്യാതെ എൻ്റെ വീഡിയോസുകൾ കാണുന്നവർ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ജാൻസീസ് വൈബ്രന്റ് ബ്ലോഗ് എന്ന് പറഞ്ഞ മറ്റൊരു ചാനൽ കൂടിയുണ്ട്, അതും നിങ്ങൾ സബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.